നമസ്കാരം. ഇത് കോഴിക്കോട് എടക്കാടുള്ള ദേവേട്ടന്റെ ബാർബർ ഷോപ്പ്. ഞാൻ ഈ ഇരിക്കുന്ന കസേരയ്ക്കും നമ്മൾ ഈ നിൽക്കുന്ന ബാർബർ ഷോപ്പിനും 51 വർഷത്തെ ചരിത്രങ്ങൾ പറയാനുണ്ട്. പുതിയ തലമുറയ്ക്ക് സുപരിചിതമല്ലാത്ത ഈ ബാർബർ ഷോപ്പിനെ കുറിച്ച് നമുക്ക് ദേവേട്ടനോട് നേരിട്ട് ചോദിച്ചറിയാം. ഞാനിതൊക്കെ എൻ്റെ പഴയ സാധനങ്ങളാണ്. ചില പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു കസാലയാണത്. അതാണ് ആദ്യം ഉപയോഗിച്ചത് തുറന്ന കാലത്ത്. പിന്നെ സെക്കൻഡ് ഇത് വാങ്ങിയത്, പിന്നെയാണ് ഇത് വാങ്ങിയത്. അങ്ങനെ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചാൽ ടൗണിൽ പോയിട്ട് എടുക്കുന്നതാണ്. അന്നത്തെ വിലയിൽ ഇന്നത്തെ വില വ്യത്യാസം ഉണ്ടല്ലോ. അന്ന് ചുരുങ്ങിയ വിലയുള്ളായിരുന്നു, ഇന്നിപ്പോൾ ജാസ്തി വില കൊടുക്കണം. നമ്മുടെ ഈ പണ്ടത്തെ ഹെയർ സ്റ്റൈലിംഗ് രീതിയും ഇപ്പോഴത്തെ ഇപ്പോൾ അന്നത്തെ ഹെയർ സ്റ്റൈലാണ് നല്ല സ്റ്റൈല്. ഇപ്പോഴത്തെ ഇതിൽ ഇപ്പം വന്ന ഒരു ബംഗാളി വെട്ടുണ്ട്. അതൊന്നും ഒരു വെട്ടല്ലായിട്ട് കത്രി ഉപയോഗിക്കാത്ത ആളുകളാണോ ഒക്കെ. അതൊന്നും ഒരു വെട്ട അതൊക്കെ. അപ്പം ആ വെട്ട് ഞങ്ങൾ പണ്ട് എടുത്ത വെട്ടാണ്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തുള്ള ഈ പ്രായമുള്ള ആളുകൾക്ക് വെട്ടുന്ന വെട്ടാണ്. മിഷൻ വെച്ച് കയറ്റിയിട്ട് സൈഡൊക്കെ കയറ്റി ഇങ്ങനെ വെട്ടുന്ന ഒരു കാലഘട്ടം. അത് ഇന്നൊരു പുതുമാതിരി ആയി വന്ന് അതാണ്. അത് ബംഗാളി വന്ന ശബ്ദം അത് മാഞ്ഞു പോയി. ആ വെട്ട് അന്നത്തെ വെട്ടുകളൊക്കെ ആളുകൾ മറന്നുപോയിരുന്നുണ്ട്. വർഷം ഞാനിപ്പോൾ എനിക്ക് 53 വയസ്സായി. കാലത്തെ കാണുന്നതാണ് ഈ കട മൂപ്പര്. അപ്പോൾ ഇപ്പോൾ മൂപ്പര് ഇങ്ങനെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അതെ അതെ അത് ചില അങ്ങനെയാണ് ഇവിടെ കട. അതൊരു അങ്ങനെയായി കടയായിട്ടുള്ളൊരു ബന്ധം. മൂപ്പര് അങ്ങനെ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളൊക്കെ. അത് ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ഷോപ്പില് ബാർബർ ഷോപ്പ് അപ്ഡേറ്റ് ചെയ്ത ബാർബർ ഷോപ്പിൽ ഇപ്പോൾ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ അതിന് എനിക്ക് തീരെ താല്പര്യത്തിലുള്ള ആളാണ് ഞാൻ. അതെന്താ പറയുക, അതുകൊണ്ട് താൽക്കാലികമായിട്ട് സുഹൃത്തിന് മാത്രമേ അവരായിട്ടുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് അവർ ചെയ്തത്. അവർക്ക് തോന്നിയ ചാർജ് വാങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് വെച്ചത്. അത് സ്ഥാനത്ത് ഇതിൽ മുമ്പൊക്കെ അത് വാങ്ങാൻ കഴിയില്ല. പിന്നെ ചില ഷോപ്പൊക്കെ നന്നാക്കി AC ഒക്കെ വെച്ച് അപ്പോൾ ആറ് AC ഉണ്ട്. എന്ത് AC ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നും അങ്ങനെ ജീവിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ പോകുന്നുണ്ട്. അതേമാതിരി വർക്ക് കൂടിയുണ്ട്. നമുക്ക് അതിൻ്റെ പൈസ വർക്ക് കൂടിയുണ്ട്. അതിന് യാതൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല.